ഇന്നലെ ടീച്ചറിന്റെ ക്ലാസ്സിലാണ് കയറിയത് കേട്ടോ. Okay. Good afternoon, Miss. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon, ma'am. Good afternoon. ഫുഡ് കഴിച്ചോന്ന് ചോദിക്കുന്ന കുറച്ച് പേർക്ക് നോമ്പല്ലേ. അനുശ്രീ എന്തോ ചോദിക്കുന്നുണ്ടല്ലോ, ആരെങ്കിലും റിപ്ലൈ കൊടുത്തേ. PDF കാണാമോ? PDF ഷെയർ ആയിക്കോളൂ കേട്ടോ.
Yes. ഇന്ന് സീജ കയറിയിട്ടില്ലേ? സീജക്ക് എങ്ങനെയുണ്ട് അവിടെ? അറിയാമോ ആയിരിക്കും. നജോ ഇതിലറിഞ്ഞോ? ഇല്ല. നല്ല ക്ലാസ്സിലുണ്ട്. നമ്മൾ റേഡിയോളജി ആൻഡ് ഇമാജിൻ സർവീസസ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ആണോ? ഓക്കെ. നമ്മൾ ഇന്നലെ ക്ലാസിഫിക്കേഷൻ ഓഫ് റേഡിയോളജി വർക്കാണ് പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ നോക്കിക്കോളൂ കേട്ടോ. ഇവിടെ PDF ഷെയർ ആവുന്നതേ ഉള്ളൂ. ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്? ഡയഗ്നോസ്റ്റിക് റേഡിയോളജി, ഇന്റർവെൻഷണൽ റേഡിയോളജി, റേഡിയേഷൻ ആർക്കോളജി അല്ലെ? 3 ക്ലാസിഫിക്കേഷൻസിലെ കാര്യങ്ങൾ നമ്മൾ നോക്കിയിരുന്നു. ഇനി നമ്മൾ പഠിക്കുന്നത് ലൊക്കേഷൻസ് ആണ്. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ലൊക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി നോക്കുന്നത് കേട്ടോ. നിങ്ങൾ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എവിടെയാണ് ഹോസ്പിറ്റലിൽ കണ്ടിട്ടുള്ളത്? എല്ലാവരും ഏത് ഫ്ലോറിലാണ് കണ്ടിട്ടുള്ളത്? റേഡിയോളജി എവിടെയാണ് കണ്ടിട്ടുള്ളത്? യെസ്, ഗ്രൗണ്ട് ഫ്ലോറിലാണ് അല്ലെ? യെസ്, ഐഡിയലി ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. എന്തുകൊണ്ടായിരിക്കാം ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഇത് ലൊക്കേറ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ? ഒട്ടനവധി കാരണങ്ങളുണ്ട് അല്ലെ? പ്രത്യേകിച്ച് നമ്മളിവിടെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് വരെയും അതിന്റെ ഒരു അടിസ്ഥാനമായ ഒരു കാര്യമാണ് അല്ലെ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ഐഡിയലി ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോറിലാണ്. The ground floor is the optimal location for sophisticated equipment like CT and MRI scanners. അപ്പോൾ എന്തുകൊണ്ടാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ലൊക്കേറ്റ് ചെയ്യാൻ കാരണം? ഇവിടെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് സങ്കീർണമായിട്ടുള്ള ഉപകരണങ്ങൾ. സോഫിസ്റ്റിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സങ്കീർണമായ അല്ലെങ്കിൽ കുറച്ച് റിസ്ക് ഉള്ളതാണ് കേട്ടോ. അങ്ങനെയുള്ള ഉപകരണങ്ങൾ CT ആണെങ്കിലും MRI ആണെങ്കിലും അത്യാവശ്യം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഉപകരണങ്ങളാണ്, അത്യാവശ്യം വലിപ്പമുള്ള ഉപകരണങ്ങളാണ്. അപ്പൊ അതിനാൽ തന്നെ നമുക്ക് എന്താണ് ഒപ്റ്റിമൽ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ തന്നെയായിരിക്കും അതിന് ആപ്റ്റ് ആയിരിക്കുന്നത് അല്ലെ? അല്ലെങ്കിൽ ഇത് മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഫ്ലോറുകൾ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഗ്രൗണ്ട് ഫ്ലോർ ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ അതിനെ ഉപയോഗിക്കുന്നത് കേട്ടോ. Then the department not only cares for walking patients but also emergency patients who may be unable to walk or who require rapid scanning to make a diagnosis. ഇനി നമുക്ക് ഇതിന് ഈ ഡിപ്പാർട്ട്മെന്റിൽ പ്രത്യേകിച്ച് എമർജൻസീസ് ഒക്കെ ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് എന്താണ് പെട്ടെന്നൊക്കെ ഒരു സ്കാനിങ് ഒക്കെ ചെയ്യണമെങ്കിൽ ഇപ്പൊ എന്താണ് എല്ലാ പേഷ്യൻസിനും എത്തിപ്പെടാവുന്ന പറ്റുന്ന രീതിയിലായിരിക്കും അതിന്റെ ലൊക്കേഷൻ. അതായത് നടന്നു വരുന്ന പേഷ്യൻസിന് എന്താണ് എത്രയും പെട്ടെന്ന് എത്താൻ പറ്റുന്ന രീതിയിലായിരിക്കും അതിന്റെ ലൊക്കേഷൻസ് വരേണ്ടത്. ഓക്കെ. അതായത് നടന്നു വരുന്ന പേഷ്യൻസിന് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ഏതെങ്കിലും എമർജൻസി കേസുകൾ വരുന്ന സമയത്ത് റാപ്പിഡ് ആയിട്ട് നമുക്ക് ചിലപ്പോൾ സ്കാൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അവർക്ക് ചിലപ്പോൾ മുകളിലേക്ക് എത്താനുള്ള പ്രയാസം ഉണ്ടായിരിക്കാം. ഇൻ കേസ് ഇത്രയും പെട്ടെന്നൊക്കെ സ്കാൻ ചെയ്യണമെങ്കിൽ തന്നെ എന്താണ് അവർക്കും ഗ്രൗണ്ട് ഫ്ലോറിലാവുമ്പോൾ കുറച്ചും കൂടി നമുക്ക് എളുപ്പമാണ്. ഈസി ടു ആക്സസ് ആണ്. അത് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഡിപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലാനും സ്കാനിങ് എടുക്കാനായിട്ടും സാധിക്കും. അപ്പൊ അതിനാൽ തന്നെ എന്താണ് താഴെ ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം എന്ന് പറയുന്നത് കേട്ടോ. It should be easily reachable to OPD, patient, inpatients and emergency department. ഇനി നമ്മുടെ OPD യിൽ നിന്നും ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക്
അവിടെ നിന്ന് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് റീച്ച് ആവുന്നത് എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഇതിന്റെ ലൊക്കേഷൻസ് വരുന്നത്. ഓക്കെ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, അതേപോലെ തന്നെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. നമ്മുടെ കാഷ്വാലിറ്റിയിൽ നിന്നൊക്കെ നമുക്ക് ഇത്രയും പെട്ടെന്ന് നമ്മൾ എമർജൻസി സർവീസ് പഠിച്ചതാണ് അല്ലെ, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സ് ആണ് ക്ലോസ് ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിലൊരെണ്ണം പഠിച്ചതാണ് റേഡിയോളജി എന്ന് അല്ലെ, ഓർമ്മയുണ്ടോ? യെസ്. ഓക്കെ, OP പേഷ്യൻസിന്, ഇൻ പേഷ്യൻസിന് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഇതിന്റെ ലൊക്കേഷൻ വരുന്നത്. Then it should not be put between other departments. It should not be put between other departments. ഈ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് നമ്മൾ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റിന്റെ ഇടയിലോ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ കൊണ്ടുവയ്ക്കാൻ പറ്റുമോ? പാടുണ്ടോ? മറ്റു ഡിപ്പാർട്ട്മെന്റുകളുടെ ഇടയിലായിട്ട് ഇത് വരാൻ പാടില്ല അല്ലെ, അത്യാവശ്യം കുറച്ച് നീങ്ങിയിട്ടായിരിക്കണം അല്ലെ, കുറച്ചും കൂടി ഒന്ന് കൺജസ്റ്റഡ് ഏരിയയിൽ പാടില്ല. അതായത് മറ്റ് ഡിപ്പാർട്ട്മെന്റ്സുമായിട്ട് ഇന്റർലിങ്ക് ചെയ്ത് പോകാൻ പാടില്ല. എന്നിരുന്നാൽ പോലും എന്താണ്, എല്ലാവർക്കും എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിലുമായിരിക്കണം അതിന്റെ ലൊക്കേഷൻസ് വരേണ്ടത്. ഓക്കെ, then it should have some room for expansion at a later date. It should have some room for expansion at a later date. Later date തന്നെയാണോ ടെക്സ്റ്റില് നിങ്ങളുടെ? ഇനി നമ്മൾ ഈ 2 പോയിന്റ് കൂടി യോജിപ്പിച്ച് പറയാം കേട്ടോ. താഴത്തെ പോയിന്റ് നോക്കിയേ, ഈ 2 പോയിന്റ് ഒരുമിച്ച് പറയാം. Flexibility, expandability and upgradability required to be taken in account while setting the department. Okay, അപ്പൊ നമ്മൾ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ലൊക്കേഷൻ ചൂസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്താണ്, ഇനി ഭാവിയിൽ ഇത് ഫ്യൂച്ചറിൽ ഇത് എക്സ്പാൻഡ് ചെയ്യേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ എന്താണ് ഉപകരണങ്ങളുടെ വലിപ്പം കാരണം എന്തെങ്കിലുമൊക്കെ എന്താണ് എക്സ്പാൻഡ് ഏതെങ്കിലും ലൊക്കേഷൻസിൽ എവിടെയെങ്കിലും റൂട്ട്സിൽ എന്തെങ്കിലും എക്സ്പാൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ അപ്ഗ്രേഡ് ഒക്കെ ചെയ്യേണ്ടി വരാം ചിലപ്പോ എക്യുപ്മെന്റ്സുകളൊക്കെ. അങ്ങനെ ഒരു സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ റൂം സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ഏരിയ സെലക്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം സ്പേസ് ഉള്ള രീതിയിലായിരിക്കണം അതിന്റെ ഏരിയ ലൊക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. കാരണം ഭാവിയിൽ എക്സ്പാൻഡ് ചെയ്യണോ അപ്ഗ്രേഡ് ഒക്കെ ചെയ്യണമെങ്കിൽ എന്താണ് അതിനും കൂടിയുള്ള സ്പേസസ് നമ്മൾ ആദ്യമേ കൺസിഡർ ചെയ്തിട്ടായിരിക്കണം അതിന്റെ ഏരിയാസ് അറേഞ്ച് ചെയ്യേണ്ടത്. മനസ്സിലായോ പറഞ്ഞത്? ഇനി ഭാവിയിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്യണമെങ്കിലെങ്കിൽ ഭാവിയിൽ മാത്രമല്ല അല്ലാതെ എന്തെങ്കിലും ചിലപ്പോ ഏതെങ്കിലും ഇപ്പൊ നമ്മളിപ്പോ ടെക്നോളജീസ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സ്കാനിങ് മെഷീൻസ് എന്തെങ്കിലുമൊക്കെ മാറ്റം കൊണ്ടുവരാം അല്ലെ, മെഷീൻസിലൊക്കെ വ്യത്യാസം വന്നേക്കാം. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് പെട്ടെന്ന് ഇവിടെയൊക്കെ വെക്കണം. അത്യാവശ്യം MRIയുടെ ഒക്കെ മെഷീൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത്യാവശ്യം വലിപ്പമുള്ള ഒരു റൂം കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമാണ്, അത്യാവശ്യം ഇനഫ് സ്പേസ് ആവശ്യമുള്ള മെറ്റീരിയൽസ് ആണ് അതൊക്കെ, എക്യുപ്മെന്റ്സ് ആണ് അതൊക്കെ. അപ്പൊ അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ആ ഒരു പ്ലേസ് ലൊക്കേഷൻ ചൂസ് ചെയ്യും. അത്യാവശ്യം സ്പേസ് ഉള്ളത് കൂടി നോക്കിയിട്ടായിരിക്കണം അത് ചൂസ് ചെയ്യുന്നത് കേട്ടോ. യെസ്, ഒന്നുകൂടി പറയാം. പിന്നെ ലൊക്കേഷൻ എങ്ങനെയാണ്, പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തേ. പേജ് നമ്പർ നിങ്ങളുടെ കയ്യിലുള്ള പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തു കേട്ടോ. 37. ഇപ്പൊ കാണാമോ PDF? നോക്കി, ഇപ്പൊ കാണാലോ. എന്തുകൊണ്ട് ലൊക്കേഷൻ നോക്കാം കേട്ടോ. ഇന്ന് ഗ്രൗണ്ട് ഫ്ലോറിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എങ്ങനെയാണ്, ഗ്രൗണ്ട് ഫ്ലോറിലാവാനുള്ള കാരണം ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളാണ്. അതായത് MCT, MRIs പോലുള്ള വലിയ എക്യുപ്മെന്റ്സ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഞാൻ തന്നെ എന്താണ് അതിനെ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള പ്ലേസസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് എന്താണ്, ഇത് ഓൺലി വാക്കിംഗ് പേഷ്യൻസിന് മാത്രം, നടന്നു വരാൻ പറ്റുന്ന പേഷ്യൻസിന് മാത്രമല്ല ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോർ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി എമർജൻസി കേസസ് വരുന്ന പേഷ്യൻസിന് എത്രയും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഡയഗ്നോസിസ് ചെയ്യാൻ, സ്കാനിങ് പോലുള്ള പർപ്പസ് ഒക്കെ ചെയ്യണമെങ്കിൽ അവർക്കും എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിലായതുകൊണ്ടാണ് നമ്മൾ ഇതിന് ഗ്രൗണ്ട് ഫ്ലോർ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ OP പേഷ്യൻസിനും ഇൻ പേഷ്യൻസിനും എമർജൻസി ഡിപ്പാർട്ട്മെന്റിനും ഈസിലി റീച്ചബിൾ ആവുന്ന രീതിയിലായിരിക്കും ലൊക്കേഷൻ വരുന്നത്. ഇത് മറ്റു ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഇടയിലായിട്ട് വരാനായിട്ട് പാടില്ല. അത് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചുള്ള ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അതിന്റെ ഇടയിൽ ഒരിക്കലും എന്താണ് ഇടയിലാവുന്നത് കൺജസ്റ്റഡ് ആവുന്ന രീതിയിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വരാനായിട്ട് പാടുള്ളതല്ല. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഇന്നൊക്കെ എക്സ്പാൻഡ് ചെയ്യണം, അപ്ഗ്രേഡ് ഒക്കെ ചെയ്യണമെങ്കിൽ അതിനുള്ള സ്പേസസ് കൂടി നമ്മൾ കൺസിഡർ ചെയ്തിട്ടായിരിക്കും ഇതിന്റെ ലൊക്കേഷൻ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? ലൊക്കേഷൻ മനസ്സിലായോ റേഡിയോളജിയുടെ? ക്ലിയർ.
ഇനി നമുക്ക് ഇതിന്റെ ഫിസിക്കൽ ഫെസിലിറ്റീസും സ്പേസ് നെസസിറ്റീസ് എന്തൊക്കെയാന്ന് നോക്കാം കേട്ടോ. റേഡിയോളജി റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിനകത്ത് വരുന്ന മറ്റു ഫെസിലിറ്റീസും കാര്യങ്ങളും എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത് കേട്ടോ. ഏതൊക്കെ സ്പേസസ് ഒക്കെ ഏതിനൊക്കെ വേണ്ടിയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇനി നോക്കുന്നത്. ഒന്ന് റിസപ്ഷൻ കൺട്രോൾ ആൻഡ് രജിസ്ട്രേഷൻ ഏരിയ ഉണ്ടായിരിക്കും. കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾ റിസപ്ഷൻ കൺട്രോൾ ആൻഡ് രജിസ്ട്രേഷൻ ഏരിയ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിനകത്ത് ഉണ്ടായിരിക്കും. പിന്നെ പേഷ്യൻസിന് മാത്രമായിട്ടൊരു വെയിറ്റിംഗ് റൂം ഉണ്ടായിരിക്കും. സെക്രട്ടറി ഓർ ക്ലർക്സ് ഏരിയ ഫോർ കളക്ടിങ് സെപ്പറേറ്റഡ് റിപ്പോർട്ട്സ്. റിപ്പോർട്ടുകൾ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെക്രട്ടറിക്ക് വേണ്ടി മാത്രമായ ഒരു സെപ്പറേറ്റഡ് റൂംസ് അല്ലെങ്കിൽ അത് ഒരു ഏരിയ ഉണ്ടായിരിക്കും. റൂമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ ലൊക്കേഷൻസ് ഒക്കെ തിരിച്ചിട്ടൊരു ഏരിയ അതിനു വേണ്ടി മാത്രമായിട്ട് ഉണ്ടായിരിക്കും. റിപ്പോർട്ട്സിലൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്നതിനും കളക്ട് ചെയ്യുന്നതിനും വേണ്ടിയിട്ട്. ഓക്കെ. ദെൻ radiologist office handling located close by the X-ray rooms should have provision for viewing and charting films. ഇനി റേഡിയോളജിസ്റ്റിന്റെ ഓഫീസ് ഉണ്ടായിരിക്കും. അതിനകത്ത് എന്തിനു വേണ്ടിയാണ് റേഡിയോളജിസ്റ്റിന്റെ ഓഫീസുകൾ വരുന്നത്? റേഡിയോളജിസ്റ്റ് ഓഫീസുകൾ വരുന്നത് എന്തിനാണ്? നമുക്ക് എക്സ്റേയും സ്കാനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഫിലിംസ് ആയിട്ടാണ് കിട്ടുന്നത് അല്ലെ. അതിന്റെ റിപ്പോർട്ട്സുകളും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്നാണ് നമുക്ക് ഇതിന്റെ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ ചെയ്ത് തരുന്ന റേഡിയോളജിസ്റ്റ് ഓഫീസിനകത്തായിരിക്കും. അപ്പൊ അതെല്ലാം ആക്കുന്നതിന് വേണ്ടിയിട്ടും അതെല്ലാം തയ്യാറാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇവിടെ പ്രത്യേകമായി ഇങ്ങനെ ഒരു ഏരിയ തരംതിരിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ മെയിൻ ആയിട്ട് ഈ 4 ഏരിയാസ് ആണ് അതിനകത്ത് വരുന്നത്. ഒന്ന് റിസപ്ഷൻ രജിസ്ട്രേഷൻ ഏരിയ ഉണ്ടായിരിക്കും, പേഷ്യന്റ് വെയിറ്റിംഗ് ഏരിയാസ് ഉണ്ടായിരിക്കും, പിന്നെ റിപ്പോർട്ട്സുകൾ കളക്ട് ചെയ്യുന്നതിന് സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെക്രട്ടറീസ് ക്ലർക്ക് ഏരിയ ഉണ്ടാവും. പിന്നെ എന്താണ് റേഡിയോളജിസ്റ്റിന്റെ ഓഫീസസ്. ഓക്കെ. എക്സ്റേ റൂംസ് അത് തൊട്ടടുത്ത് തന്നെയായിരിക്കും. എക്സ്റേ റൂംസിന്റെ തൊട്ടടുത്ത് തന്നെയായിരിക്കും റേഡിയോളജിസ്റ്റിന്റെ ഓഫീസസുകൾ വരുന്നത്. നിങ്ങൾ ഈ ഡിപ്പാർട്ട്മെന്റ് കണ്ടിട്ടില്ലേ? എല്ലാവരും കാണാത്തവരുണ്ടോ? എക്സ്റേ എടുക്കുകയാണെങ്കിലും പോയി കണ്ടിട്ടുണ്ടോ? കൂടെ ആരെങ്കിലും പോയിട്ടെങ്കിലും കണ്ടിട്ടുണ്ടോ? അല്ല, നിങ്ങളത് കുറച്ചുകൂടി അറിയാൻ പറ്റുമല്ലോ. അപ്പോ റിപ്പോർട്ട്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിനും ഫിലിം ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് റേഡിയോളജിസ്റ്റിന്റെ ഒരു ഓഫീസ് ഉണ്ടായിരിക്കും. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും അതിനകത്ത് വരുന്ന മെയിൻ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ അല്ലേ? യെസ്. X1 റേഡിയേഷൻ റിസ്കുകളാണ് നമ്മൾ ഇനി നോക്കുന്നത് കേട്ടോ. റേഡിയേഷൻ റിസ്കുകൾ 2 രീതിയിൽ റിസ്കുകൾ വരുന്നുണ്ട്. ഒന്ന് സിവിയർ എഫക്റ്റ് ഉണ്ട്, ക്രോണിക് എഫക്റ്റ് ഉണ്ട്. ഓക്കെ. റേഡിയേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന എന്തൊക്കെ തരത്തിലുള്ള ഫലങ്ങളാണ് അതിൽ പ്രധാനമായിട്ടും വരുന്ന ഒന്നാണ് സിവിയർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ എങ്ങനെയാണ് സിവിയർ എഫക്റ്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് എന്തൊക്കെ സിറ്റുവേഷൻസ് ആണ് നമ്മൾക്ക് ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. ഹെവി ഡോസ് ഷോർട്ട് സ്ട്രെച്ച് ഓഫ് ടൈം. സിവിയർ എഫക്റ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള ഒരു എഫക്റ്റ് ആണ് സംഭവിക്കുന്നത്? സിവിയർ എഫക്റ്റ് എന്ന് പറയുന്നത് കഠിനമായ എഫക്റ്റുകളാണ് അല്ലെ. നമുക്ക് അധികം തീവ്രത കൂടിയിട്ടുള്ള എഫക്ട്സുകളാണ് റേഡിയേഷൻ എഫക്റ്റ് ആണ് എന്ത് സിവിയർ എഫക്റ്റ് എന്ന് പറയുന്നത് അല്ലെ. ചെറിയൊരു ഡോസിൽ തന്നെ നമുക്ക് ചെറിയൊരു സ്ട്രെച്ച് ഓഫ് ടൈമിൽ തന്നെ അതിതീവ്രമായിട്ടുള്ള ഒരു റേഡിയേഷൻ പവർ നമുക്ക് കേൾക്കുന്നുണ്ട്. അപ്പൊ അത് ഏതൊക്കെ കണ്ടീഷൻ ഏതൊക്കെ രീതിയിലാണ് നമ്മളെ ശരീരത്തിന് എഫക്ട് ചെയ്യുന്നതാണ് അതിൽ പറയുന്നത്. ഓക്കെ. ഒന്ന് സെറിബ്രൽ റിലേറ്റഡ് ആയിട്ട് പറയുന്നുണ്ട്, ഗ്യാസ്ട്രിക് റിലേറ്റഡ് ആയിട്ട് പറയുന്നുണ്ട്, ബ്ലഡ് റിലേറ്റഡ് ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ. സിവിയർ എഫക്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒന്ന് സെറിബ്രൽ അല്ലെ, ബ്രെയിൻ റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ വരുന്നുണ്ട്? കൺക്ലൂഷൻസ്, ഒബ്സറിംഗ് ഓഫ് വിഷൻ, ഹെഡേക്ക്. കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൺക്ലൂഷൻ അറിയാമോ? കൺക്ലൂഷൻസ് എന്താണ്? ഇവിടെ ബ്രെയിനുമായി ബന്ധപ്പെട്ട് വരുന്ന എഫക്റ്റുകളാണ് പറയുന്നത് കേട്ടോ. സൈഡ് എഫക്റ്റുകളാണ് പറയുന്നത്. കൺക്ലൂഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? വിറയൽ വരില്ലേ, വിറയ്ക്കാന്നൊക്കെ പറയുന്നത് നമ്മള് ഷിവറിങ്. ചില ആൾക്കാർക്ക് വിറയൽ ഉണ്ടാവും. ഇത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ട് അനുഭവപ്പെടുന്നു. എല്ലാവർക്കും ഒരേപോലെയല്ല. ചില ആളുകളിൽ വ്യത്യസ്തമായിട്ടായിരിക്കും തീവ്രത ഉണ്ടാവുന്നത്. ഓക്കെ. കൺക്ലൂഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ എന്താണ്? ഒബ്സ്കറിംഗ് ഓഫ് വിഷൻ, അതായത് നമ്മുടെ കാഴ്ച മറയുന്നത് പോലെ ഒരു സിറ്റുവേഷൻ ഇല്ലേ? കണ്ണിൽ ഇരുട്ട് കയറാന്നൊക്കെ പറയില്ല നമ്മള്. കാഴ്ച മറയുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ എന്താ വന്നിട്ടുണ്ടോ? ചിലപ്പോ ചിലർക്ക് അതികഠിനമായ തലവേദനയൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ ഇത് സംഭവിക്കാം. നമ്മുടെ കണ്ണിൽ ഭയങ്കരമായിട്ട് ഇരുട്ട് കയറുന്നു, കണ്ണിൽ കാണാൻ പറ്റാത്ത രീതിയിൽ സിറ്റുവേഷൻ ഉണ്ടാവാം. മനസ്സിലായോ? അത് യെസ്. അതേപോലെ തന്നെ ഹെഡ് ഏക്കും ഉണ്ടാവും. അപ്പൊ സെറിബ്രൽ റിലേറ്റഡ് ആയിട്ട് വരുന്ന റേഡിയേഷൻ മൂലം ഉണ്ടാവുന്ന സിവിയർ എഫക്റ്റ് ഏതൊക്കെയാണ്? കൺക്ലൂഷൻസ്, ഒബ്സറിംഗ് ഓഫ് വിഷൻസ്, ഹെഡ് ഏക്ക്. അപ്പൊ അതായത് വിറയൽ ഉണ്ടാകുന്നു, അതേപോലെ തന്നെ കാഴ്ച മങ്ങുന്നു, തലവേദന പോലുള്ള സിംറ്റംസ് ഉണ്ടാകുന്നു കേട്ടോ. മനസ്സിലായോ? സെറിബ്രൽ റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങള്. ഓക്കെ. ഇനി നമുക്ക് നോക്കുന്നത് ഗ്യാസ്ട്രിക് ആയിട്ട് ബന്ധപ്പെട്ടത്. ഗ്യാസ്ട്രിക് എന്താണ്? നമ്മുടെ ആമാശയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെ. എന്തൊക്കെ ഉണ്ടാവുന്നു? നോസിയ, വോമിറ്റിംഗ്, ലോക്കലൈസ്ഡ് പെയിൻ ഇൻ ദ അബ്ഡോമൻ. നോസിയ മീൻസ് എന്താണ്? നമ്മള്
വൊമിറ്റ് ചെയ്തതിന് മുമ്പായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാവാറില്ല. ഇത് എന്താ പറയാൻ മലയാളത്തില് എന്താ പറയുന്നേ? ഓക്കാണെന്ന് പറയുന്നത് അല്ലെ. അതായത് ആ ഒരു ടെൻഡൻസി ഇങ്ങനെ ഫോം ചെയ്ത് വരും അല്ലെ. വൊമിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഇങ്ങനെ ഫോം ചെയ്ത് വരുന്നതിനാണ് നമ്മുടെ നോക്സിയ എന്ന് പറയുന്നത് അല്ലെ. അതേപോലെ ചിലർ ഛർദിക്കും, വൊമിറ്റിംഗ് ഉണ്ടാവും. ലോക്കലൈസ്ഡ് പെയിൻ ഇൻ അബ്ഡോമൻ, അതെന്ത് സിറ്റുവേഷൻ ആണ്? നമ്മുടെ അടിവയറിൽ, അതായത് നമ്മുടെ വയറിന് താഴെയായിട്ട് അടിവയറിൽ നിന്നുള്ള നിങ്ങൾ പറയുന്നത് ഓക്കെ, അവിടെ എന്താണ് ഒരു പെയിൻ അനുഭവപ്പെടാറുണ്ട്. ഓക്കെ, ചിലർക്ക് മാത്രമാണ് ഇങ്ങനെയൊക്കെ അനുഭവപ്പെടുന്നത്, എല്ലാവർക്കും അല്ല. അപ്പൊ ഗ്യാസ്ട്രിക് റിലേറ്റഡ് ആയിട്ട് വരുന്ന സിറ്റുവേഷൻ ഏതൊക്കെയാണ്? ഒന്ന് നോസിയ, വൊമിറ്റിംഗ്, ലോക്കലൈസ്ഡ് പെയിൻ ഇൻ ദ അബ്ഡോമൻ, അതായത് ഓക്കാനം ഉണ്ടാകുന്നു, ഛർദിൽ ഉണ്ടാകുന്നു, അടിവയറ്റില് പെയിൻ ഉണ്ടായിരിക്കും. ഇത് എന്ത് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്? സിവിയർ എഫക്റ്റ് മൂലം ആമാശയവുമായി ബന്ധപ്പെട്ട് വരുന്ന എഫക്റ്റുകളാണ് പറഞ്ഞത് കേട്ടോ. റേഡിയേഷന്റെ എഫക്റ്റ് മൂലം, റേഡിയേഷൻ ഉണ്ടാവുന്ന റിസ്കുകളാണ് ഈ പറയുന്നത് നമ്മള്. ഓക്കെ, ക്ലിയർ ആണോ ഗ്യാസ്ട്രിക്? ഇനി ബ്ലഡ് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ എഫക്റ്റുകളാണ് സംഭവിക്കുന്നത്? അനീമിയ ഉണ്ടാവുന്നു, ബോൺ മാരോ ഡിപ്രഷൻ ഉണ്ടാവുന്നു. അനീമിയ എന്താണ്? വിളർച്ച സംഭവിക്കുന്നത് അല്ലെ, വിളർച്ച ഉണ്ടാവും. അതുപോലെ ബോൺ മാരോ ഡിപ്രഷൻ എന്ന് പറയുന്നത് എന്താണ്? ബോൺ മാരോ ഡിപ്രഷൻ എന്ത് സിറ്റുവേഷൻ ആണ്? ബോൺ മാരോ, നമ്മുടെ ബോൺ മാരോന്റെ ആക്ടിവിറ്റീസ് ഡിക്രീസ് ചെയ്യുന്ന സിറ്റുവേഷൻ ആണ് അല്ലെ. മനസ്സിലായത്? ബോൺ മാരോ ഡിപ്രഷൻ എന്താണ്? അതായത് ബ്ലഡ് സെൽസിൽ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടക്കാതെ സംഭവിക്കുന്നതാണ്. നമുക്ക് എന്ത് സംഭവിക്കും? ഒരു മിനിറ്റ്, തുറക്കാം. അതൊന്ന് സിവിയർ എഫക്റ്റ് ഒന്ന് വായിക്കട്ടെ, പഠിച്ചിട്ട് പോരാം. തുറക്കാം. ഓക്കെ, സിവിയർ എഫക്റ്റിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബ്ലഡ് റിലേറ്റഡ് ആയിട്ട് വരുന്ന അനീമിയ വിളർച്ച ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ബോൺ മാരോ ഡിപ്രഷൻസ് സംഭവിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ബോൺ മാരോസിന്റെ പ്രവർത്തനം, ബോണിന്റെ അതായത് നമ്മുടെ അസ്ഥിയുടെ പ്രവർത്തനം കുറയും, അസ്ഥി മജ്ജയുടെ പ്രവർത്തനം കുറയുകയും അതിന്റെ ഭാഗമായിട്ട് എന്താണ് നമ്മുടെ റെഡ് പ്ലേറ്റ്സ്, എന്താ പറയാ, ചുവന്ന രക്താണുക്കള്, വെളുത്ത രക്താണുക്കളില്ലേ, അപ്പൊ അതിന്റെ ഉൽപാദനം കുറയുന്ന സമയത്ത് നമുക്ക് എന്ത് സംഭവിക്കും? നമുക്ക് എന്താണ് അസ്ഥിയുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ബോൺസിന്റെ പ്രവർത്തനങ്ങൾ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ എന്താണ് നോർമൽ രീതിയിൽ നമുക്ക് ഇവിടെ പ്രവർത്തിക്കാൻ, ബോഡി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആവും. അത് ബ്ലഡ് റിലേറ്റ് ചെയ്ത് വരുന്ന സിവിയർ എഫക്റ്റിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ, അതായത് ചുവന്ന രക്താണുക്കളുടെ കുറവ് ഉണ്ടാവും അവിടെ ആ സമയത്ത്. മനസ്സിലായോ? ചുവന്ന രക്താണുക്കളുടെ അല്ലെങ്കിൽ നമ്മുടെ അതേപോലെ തന്നെ എന്താണ്, അതായത് അമിതമായിട്ടുള്ള വിളർച്ച സംഭവിക്കുമ്പോഴും എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ ബോൺ മാരോ ഡിപ്രഷൻസ് സംഭവിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ സിവിയർ എഫക്ട്സിൽ വരുന്ന ഈ മൂന്നും പഠിക്കാനുണ്ട്, കാരണം ഈ മൂന്നും അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മാറ്റി ചോദിക്കാറുണ്ട്. അപ്പൊ അത് ഓർത്ത് വെക്കാം കേട്ടോ. സെറിബ്രൽ റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ വരുന്നുണ്ട്? കൺക്ലൂഷൻ, ഒബ്സർവിംഗ് ഓഫ് വിഷൻസ് ആൻഡ് ഹെഡ് ആയിട്ട് വരുന്നുണ്ട്. ഗ്യാസ്ട്രിക് റിലേറ്റഡ് ആയിട്ട് എന്താണ്? നോസിയ, വൊമിറ്റിംഗ്, ലോക്കലൈസ്ഡ് പെയിൻ ഇൻ ദ അബ്ഡോമൻ. ബ്ലഡ് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് അനീമിയ ആൻഡ് ബോൺ മാരോ ഡിപ്രഷൻസ്. ഓക്കെ, ഇതെല്ലാം എന്ത് റിസ്ക് ആണ്? റേഡിയേഷന്റെ സിവിയർ എഫക്റ്റിൽ വരുന്ന നമുക്ക് ശരീരത്തിന് സംഭവിക്കുന്ന എഫക്റ്റുകളാണ് ഈ പറഞ്ഞത് കേട്ടോ. ക്ലിയർ ആണോ? യെസ്. ഇനി നമുക്ക് ക്രോണിക് എഫക്റ്റ് എന്താന്ന് നോക്കാം. എന്തായിരിക്കും ക്രോണിക് എഫക്റ്റ് എന്ന് പറയുന്നത്? ക്രോണിക് എഫക്റ്റ് സ്ഥിരമായോ അല്ലെങ്കിൽ നമ്മുടെ തുടർച്ചയായിട്ടുള്ള റേഡിയേഷൻ എക്സ്പോഷർ മൂലം ശരീരത്തിനുണ്ടാകും. ദീർഘകാല അടിസ്ഥാനത്തിലാണ് സംഭവിക്കുന്നത് അല്ലെ.
ശരീരത്തിൽ നമുക്ക് ദീർഘകാലം നിലനിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് ക്രോണിക് എഫക്റ്റ് എന്ന് പറയുന്നത്. എന്തിന്റെ ഇത് മൂലമാണ്? സ്ഥിരമായിട്ടോ തുടർച്ചയായിട്ട് ഉണ്ടാവുന്ന റേഡിയേഷൻ എക്സ്പോഷർ മൂലമാണ് നമുക്ക് ക്രോണിക് എഫക്റ്റ് ഉണ്ടാവുന്നത്. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഷോർട്ട് എക്സ്പോഷറിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? ഈ ക്രോണിക് എഫക്റ്റ് ശരീരത്തിന് ഉണ്ടാവുന്നത്. ഓക്കെ, ഒരു ദീർഘകാലം നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെ ഈ ഒരു എഫക്റ്റ്. അതായത് എക്സ്പോഷർ കൂടുന്നതിനനുസരിച്ച്, നമ്മുടെ റേഡിയേഷൻ എക്സ്പോഷർ കൂടുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള അവസ്ഥകളിലേക്ക് പോകാനുള്ള കാരണമാകുന്നത്. ഓക്കെ, ഇതിനാണ് ക്രോണിക് എഫക്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. ക്രോണിക് എഫക്റ്റിന്റെ ഭാഗമായിട്ട് നമ്മുടെ സ്കിന്നിനെ റിലേറ്റ് ചെയ്ത് കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. സ്കിൻ റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ വരുന്നുണ്ട്? ഹെയർ ലോസ് സംഭവിക്കുന്നുണ്ട്, ബ്രിട്ടിൽ നെയിൽസ് ഉണ്ടാവുന്നുണ്ട്. ഹെയർ ലോസ് എന്ന് വെച്ചാൽ മുടി കൊഴിഞ്ഞു പോകുക അല്ലെ, മുടി കൊഴിഞ്ഞു പോകുക. അത്യാവശ്യം റേഡിയേഷൻ ടെൻഡൻസീസ്, റേഡിയേഷന്റെ ആ ഒരു എഫക്ട് മൂലം സംഭവിക്കുന്ന പ്രധാന പ്രശ്നമാണെന്ന് നമ്മുടെ ഹെയർ ലോസസ് ആവുന്നത്, മുടി കൊഴിഞ്ഞു പോകുന്നത്. അതേപോലെ തന്നെ ബ്രിട്ടിൽ നെയിൽസ് എന്ന് വെച്ചാൽ നഖങ്ങൾ ഇങ്ങനെ പൊട്ടിപ്പോകും. നമ്മുടെ നെയിലില്ലേ നഖങ്ങള്, അതിൽ ഇങ്ങനെ പൊട്ടൽ വരും, അതിങ്ങനെ പൊളിഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ബ്രിട്ടിൽ നെയിൽസ് എന്ന് പറയുന്നത്. ഇതൊക്കെ റേഡിയേഷൻ എക്സ്പോഷർ മൂലം ഉണ്ടാകുന്ന ക്രോണിക് എഫക്റ്റിൽ വരുന്നതാണ് കേട്ടോ. ദെൻ ബ്ലഡ് റിലേറ്റഡ് ആയിട്ട് ഇവിടെ എന്ത് വരുന്നുണ്ട്? അനീമിയയും ലുക്കീമിയയും ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അനീമിയ ആൻഡ് ലുക്കീമിയ. ലുക്കീമിയ എന്താണെന്ന് അറിയാലോ? ലുക്കീമിയ തിമിരം സോറി, തിമിരമല്ല. ലുക്കീമിയ എന്താണ്? രക്താർബുദം അല്ലെ, കേട്ടല്ലോ? എങ്ങനെ മലയാളത്തിൽ പറയുന്നത് നിങ്ങള്? യെസ്, ബ്ലഡ് ക്യാൻസർ അല്ലെ, രക്താർബുദം ഉണ്ടാകാനുള്ള കാരണമാകും. ഓക്കെ, പിന്നെ അതേപോലെ ഐ റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് കാറ്ററാക്ട് അഥവാ തിമിരം ഉണ്ടാകും. കാറ്ററാക്ട് മീൻസ് എന്താണ്? തിമിരം, കണ്ണിന് തിമിരം സംഭവിക്കുന്നത്. പിന്നെ മറ്റ് എന്തൊക്കെ എഫക്റ്റുകളാണ്? സ്റ്റെറിലിറ്റി ഉണ്ടാവാം, വന്ധ്യതയ്ക്ക് കാരണമായേക്കാം. അതേപോലെ തന്നെ ഒബേസിറ്റി ഉണ്ടാവാം, ക്യാൻസർ ഉണ്ടാവും. ഇതെല്ലാം തന്നെ എന്ത് റിലേറ്റഡ് ആയിട്ട് വരുന്ന എഫക്ട്സുകളാണ്? റേഡിയേഷൻ എക്സ്പോഷർ മൂലം ഉണ്ടാകുന്ന ക്രോണിക് എഫക്റ്റ് കാറ്റഗറിയിൽ വരുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ. പക്ഷെ നമ്മൾ ഇവിടെ പറയുമ്പോൾ ഇതെല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ല. അതായത് റേഡിയേഷന്റെ തീവ്രത അനുസരിച്ച് വ്യത്യാസമുണ്ട്. ചിലർക്ക് മാത്രം ചില സ്കിൻ ടൈപ്സിൽ, ചില പേഷ്യന്റിന്റെ ബോഡി ടൈപ്പിൽ വ്യത്യാസം ഉണ്ടാവും. അതിനനുസരിച്ചിട്ടാണ് അവർക്ക് ഈ എഫക്റ്റുകൾ അനുഭവപ്പെടുന്നത്. ചിലപ്പോൾ ഇമ്മ്യൂണിറ്റി അധികം കൂടിയ ആൾക്കാർക്കൊക്കെ ചില രീതിയിൽ അതിനെ പ്രതിരോധിക്കാനായിട്ട് പറ്റും. പക്ഷെ ചിലർക്ക് എന്താണ് നേരെ മറിച്ച് സംഭവിക്കുന്നത് കേട്ടോ. അത് ഉയർന്ന അളവിലുള്ള വികിരണങ്ങളാണെങ്കിൽ, അതായത് റേഡിയേഷന്റെ അളവ് കൂടുതലാണെങ്കിൽ ചിലപ്പോ എന്താണ് അത് നമ്മൾ ഈ ക്രോണിക് എഫക്ട്സുകൾ നമുക്ക് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, പക്ഷെ പലർക്കും അനുഭവപ്പെടുന്നത് പല രീതിയിലും തന്നെ. എല്ലാവർക്കും ഇത് വരണമെന്നില്ല കേട്ടോ. അങ്ങനെ വിചാരിക്കുമ്പോൾ എല്ലാവർക്കും വരണമെന്നില്ല, ഇതിനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, ഇതെല്ലാം ഓരോരുത്തരും വ്യത്യസ്തമായിട്ടായിരിക്കും അനുഭവപ്പെടുന്നത്. യെസ്, മനസ്സിലായോ? റേഡിയേഷന്റെ റിസ്കുകൾ നമ്മൾ 2 കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. സിവിയർ എഫക്റ്റ് എന്നും ക്രോണിക് എഫക്റ്റ് എന്നും. സിവിയർ എഫക്റ്റിലാണ് സെറിബ്രലായിട്ടും ഗ്യാസ്ട്രിക് ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുന്നത്. ക്രോണിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ദീർഘകാലം നമുക്ക് എക്സ്പോഷർ മൂലം ഉണ്ടാവുന്ന ദീർഘകാലം നീണ്ടു നിൽക്കുന്ന എഫക്റ്റുകൾ ഒന്നാണ് എന്ത്? ക്രോണിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ എന്തൊക്കെ വരുന്നുണ്ട്? സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകള്, ബ്ലഡ്, ഐ ആൻഡ് അതേഴ്സ്. ഓക്കെ, ക്ലിയർ ആണോ? പേരുകൾ പഠിച്ചു നോക്കണം കേട്ടോ. പേരുകൾ ഓരോന്നും പഠിക്കാം. റേഡിയേഷൻ റിസ്കില് പേരുകൾ ഓരോന്നും പഠിക്കണം. യെസ്, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് റെഗുലേറ്ററി ബോർഡിനെ കുറിച്ചിട്ടാണ്. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് AERB, outlined by the central government, is the professional authority as the regulatory board for granting, renewal, withdrawal and revocation concern for nuclear and radiation facilities. Okay, ഈ റെഗുലേറ്ററി ബോഡി എന്ന് പറയുന്നത് എന്താണ്? റെഗുലേറ്ററി ബോഡി ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു അതോറിറ്റിയാണ് ഇത് AERB എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. AERB, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. അണ്ടർലൈൻ ചെയ്തേ. നമ്മുടെ ആണവ നിലയങ്ങളുടെയും അല്ലെങ്കിൽ നമ്മുടെ റേഡിയേഷൻ എനർജീസുമായി പ്രവർത്തിക്കുന്ന എല്ലാത്തരം ഫെസിലിറ്റീസ് ഉള്ള എല്ലാ നിലയങ്ങളുടെയും അവരുടെ സുരക്ഷിതമായിട്ടുള്ള പ്രവർത്തനത്തിനും അല്ലെങ്കിൽ അവരുടെ പ്രത്യേകിച്ച് എന്താണ് വികിരണ സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാത്തരം എന്താ പറയാ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ എന്താ പറയാ അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു
ഓതറൈസേഷൻ ആണ് അല്ലെ ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്സിനേക്കുള്ള എല്ലാ നിയന്ത്രണങ്ങളും അല്ലെങ്കിൽ അവരുടെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെയിൻ റെഗുലേറ്ററി ബോർഡാണ് AERB എന്ന് പറയുന്നത്. അതായത് ഇത്തരം നിലയങ്ങൾ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ നിലയങ്ങൾക്കും അതായത് ആണവ നിലയങ്ങൾക്കുള്ള എല്ലാത്തരം ഗ്യാരണ്ടി അല്ലെ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാത്തരം അഷുറൻസ് അതിന്റെ റിന്യൂവലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിഡ്രോവലുമായി ബന്ധപ്പെട്ട കാര്യം ഇനിയിപ്പോൾ റിവോക്കേഷൻ ചെയ്യണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് എല്ലാത്തിനും അനുമതി കൊടുക്കുന്ന ഒരു മെയിൻ അതോറിറ്റിയാണ് പ്രൊവിഷൻ അതോറിറ്റിയാണ് എന്ത് റെഗുലേറ്ററി ബോർഡ് അഥവാ AERB എന്ന് പറയുന്നത്. ഇവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടാണ് എല്ലാ റേഡിയോളജി സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നത് കേട്ടോ. അപ്പൊ ഒരു നമ്മുടെ റേഡിയോളജിയുടെ മെയിൻ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു അതോറിറ്റി എന്താ പറയുന്നത് ഏതാണ് AERB ആണ് അറ്റോമിക് എനർജി ആൻഡ് റെഗുലേറ്ററി ബോർഡ് എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ നിർദ്ദേശങ്ങളും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചിട്ടാണ് നമ്മളിവിടെ പ്രവർത്തിക്കുന്നത്. ഓക്കെ പ്രത്യേകിച്ച് എല്ലാവരുടെയും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സുരക്ഷാ നടപടികളൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് അതിന്റെ പേര് മാത്രമേ ഉള്ളൂ കേട്ടോ. അതായത് ഇങ്ങനെ പ്രവർത്തിക്കുന്ന എല്ലാ റേഡിയേഷൻ ആണവ നിലയങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ ഫെസിലിറ്റീസിന്റെയും സുരക്ഷകൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അടങ്ങിയ നടപടിക്രമങ്ങളാണ് ഈ റെഗുലേറ്ററി ബോർഡ്സിൽ വരുന്നത്. ഓക്കെ അപ്പൊ അതിന്റെ എക്സ്പാൻഷൻ ഇവിടെ നിങ്ങൾ പഠിക്കാട്ടോ. AERB എപ്പോഴും ചോദിക്കാറുണ്ട് എക്സ്പാൻഷൻ അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് എന്ന് ഓർത്ത് വെക്കും കേട്ടോ. ഓക്കെ മനസ്സിലായോ? ഇനി നമ്മൾ നോക്കുന്നത് ഇതിന്റെ ഡയഗ്നോസ്റ്റിക് ഏരിയ എങ്ങനെയാണ് വരേണ്ടതെന്നാണ് കേട്ടോ. ഡയഗ്നോസ്റ്റിക് ഏരിയ radiology rooms are scheduled that people cannot come 1 meter of its outside walls. Radiology rooms are scheduled that people cannot come 1 meter of its outside walls. Scheduled എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ടിരിക്കുന്ന എന്നൊരു അർത്ഥമാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും എക്സ്റേ എടുക്കുന്ന റേഡിയോളജി റൂംസുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറഞ്ഞത് 1 മീറ്റർ എങ്കിലും ഒരു മീറ്റർ ദൂരത്തിൽ ആളുകളെ കടത്തിവിടുന്ന രീതിയിലായിരിക്കും റൂം ക്രമീകരിക്കേണ്ടത്. ഓക്കെ കാരണം എന്തുകൊണ്ടാണ് ശക്തമായ റേഡിയേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ റൂംസുകളിൽ നല്ല രീതിയിൽ നമ്മൾ ഫെസിലിറ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പൊ നമുക്കറിയാം റൂമിനകത്ത് ഇപ്പൊ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിനകത്ത് നിന്ന് പുറത്തേക്ക് തുറക്കുന്ന ഒരു വിൻഡോസ് പോലും ഉണ്ടാവില്ല. അകത്ത് നിന്ന് പുറത്തേക്ക് തുറക്കുന്ന വിൻഡോസ് ഒന്നും നമ്മൾ അവിടെ അതിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വെന്റിലേഷൻസ് ഉണ്ടായിരിക്കും, അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്തിട്ടായിരിക്കും വെന്റിലേഷൻ സൗകര്യങ്ങൾ വരുന്നത് അല്ലെ. അപ്പൊ എപ്പോഴും എന്താണ് ശ്രദ്ധിക്കാൻ റേഡിയോയുടെ റൂംസ് എപ്പോഴും എങ്ങനെയാണ് 1 മീറ്ററിൽ അതായത് ഔട്ട്സൈഡ് ദ വാളിൽ നിന്ന് റേഡിയേഷന്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും കുറഞ്ഞത് 1 മീറ്റർ ദൂരത്തിൽ നിന്ന് ആളുകളെ കടത്തിവിടുന്ന രീതിയിലായിരുന്നു അതിന്റെ റൂമുകൾ ക്രമീകരിക്കേണ്ടത്. മനസ്സിലായോ? അതെന്തിനു വേണ്ടിയിട്ടാണ് റേഡിയേഷന്റെ എക്സ്പോഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്തരത്തിലൊരു അകലം പാലിക്കുന്നത്. ക്ലിയർ? മനസ്സിലായോ ഫസ്റ്റ് പോയിന്റ്? ക്ലിയർ ആയില്ല? ഓക്കെ second one, the windows are avoided to lessen the penetration of radiation in the nearby area. The windows are avoided to lessen the penetration of radiation in the nearby area. ഇവിടെ എന്താ പറയുന്നത്? വിൻഡോസ് ഇവിടെ നമ്മൾ അലോ ചെയ്യുന്നുണ്ടോ? വിൻഡോസ് നമ്മൾ ഒഴിവാക്കണം. ഒരിക്കലും ജനാലകൾ ഇതിനകത്ത് ഉണ്ടായിരിക്കുന്നില്ല. കാരണം എന്തുകൊണ്ടാണ് ഈ റേഡിയേഷൻ അല്ലെ അത് തുളച്ചു കയറുന്ന രീതിയിൽ ചെറിയ ജനാലകളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതിനകത്തേക്ക് കൂടി ഈ റേഡിയേഷൻസ് അതായത് പെൻട്രേഷൻ എന്താ പറയാ നമ്മള് തുളച്ചു കയറാന്ന് പറയില്ലേ പെൻട്രേഷൻ എന്ന് പറയുന്നത് തുളച്ചു കയറുന്ന രീതിയിലുള്ള റേഡിയേഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് അല്ലെ. അപ്പൊ ചില നമ്മളെ വിൻഡോസ് ഒക്കെ അലോ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതിൽ കൂടി റേഡിയേഷൻസ് പുറത്തേക്ക് കടക്കാനുള്ള സാധ്യത. അപ്പൊ അതിനാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം വിൻഡോസുകൾ അല്ലെങ്കിൽ ജനാലകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. അതായത് പുറത്തേക്ക് തുറക്കാൻ പോകുന്ന ഭാഗത്തിലുള്ള വിൻഡോസ് ഇവിടെ നമ്മൾ അനുവദിക്കുന്നില്ല. ഓക്കെ എന്തുകൊണ്ടാണ്? ഈ റേഡിയേഷൻ അല്ലെങ്കിൽ ഈ തരംഗങ്ങള് തുളച്ച് പുറത്തേക്ക് കിടക്കാനുള്ള ഒരു സാധ്യത. അപ്പൊ അതിനാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു വിൻഡോസുകൾ അവോയ്ഡ് ചെയ്യുന്നു. ഓക്കെ ക്ലിയർ?
Then all walls and doors to be painted with a washable paints of good quality. All walls and doors to be painted with a washable paints of good quality. നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പെയിന്റ്സുകളെല്ലാം വളരെ ക്വാളിറ്റിയുള്ള ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പെയിന്റ്സ് ആയിരിക്കും ഉപയോഗിച്ചത്. പ്രത്യേകിച്ച് വാഷബിൾ പെയിന്റ്സ് ആയിരിക്കും. ഏറ്റവും ഗുഡ് ക്വാളിറ്റീസ് ഉള്ള പെയിന്റ് ആയിരിക്കും നമ്മൾ വാളുകൾക്കും ഡോറിനും അടിച്ചിട്ടുണ്ടായിരിക്കുക. കാരണം എന്തുകൊണ്ടാണ്? ഈ റേഡിയേഷൻസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി, റേഡിയേഷൻ പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ഗുഡ് ക്വാളിറ്റീസ് ഉള്ള പെയിന്റിങ്സ് ആയിരിക്കും ഉള്ളതിനകത്ത്. പ്രത്യേകിച്ച് ഡോറിനും അതേപോലെ വാളിനും ഭിത്തിക്കും അതേപോലെ വാതിലുകൾക്കും നമ്മൾ പെയിന്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ, ഇനി ഇവിടെ ബാബ അറ്റോമിക് റിസർച്ച് സെന്റേഴ്സിന്റെ ഒരു എക്സാമ്പിൾ പോലെ പറയുന്നുണ്ട്. ബാബ് എന്ന് പറയുന്നത് എന്താണ്? ബാബ അറ്റോമിക് റിസർച്ച് സെന്റേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് മുംബൈയിലാണ് അല്ലെ, മുംബൈയിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. The walls of the radiography rooms should be 9 inches thick on concrete wall or 40 inches thick brick masonry walls. Okay, ഇതിന്റെ ഈ മുംബൈയിലുള്ള ഈ ബാക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ അകത്തുള്ള റേഡിയോളജി റൂംസുകൾ എല്ലാം തന്നെ എങ്ങനെയാണ്? ഏകദേശം 9 ഇഞ്ചസ് തിക്നെസ് ഉണ്ടായിരിക്കുന്നതിന്, 9 ഇഞ്ചസ് തിക്നെസ്സും അതേപോലെ തന്നെ എന്താണ് 14 ഇഞ്ചസ് ബ്രിക്സ് മാസണറി വാൾസ്. അതായത് നമ്മുടെ ബ്രിക്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അതിന്റെ ബ്രിക്സ് കണ്ടിട്ടില്ല നിങ്ങൾ? ബ്രിക്സ് ഇഷ്ടികകള് അതിൽ തയ്യാറാക്കിയ വാള് സെറ്റ് ചെയ്തിരിക്കുന്ന അത്യാവശ്യം തിക്നെസ് ഉള്ള ചതുരക്കട്ടകൾ ഇഷ്ടികകൾ കൊണ്ടായിരിക്കും തയ്യാറാക്കിയത്. അപ്പൊ ഏകദേശം അതിന് എത്ര ഉണ്ടാവും? 9 ഇഞ്ചസ് തിക്നെസ് ഉള്ള കോൺക്രീറ്റ് വാളുകളായിരിക്കും ഇതിനകത്ത് തയ്യാറാക്കിയത്. അപ്പൊ മുംബൈയിൽ ഈ ബാഗ് എന്ന റേഡിയോളജി റൂംസ് ഒക്കെ എങ്ങനെയാണ്? ഈ ഒരു അളവിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു റേഡിയേഷന്റെ ഷീൽഡിങ് പ്രൊട്ടക്ഷൻ ആണ് ഇവിടെ കൊടുക്കുന്നത്. റേഡിയേഷൻ പുറത്തേക്ക് പോകാതിരിക്കാനായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ആണ് ഇത്തരത്തിലെ വാൾസിൽ നമ്മൾ തിക്നെസ് കൂട്ടാവുന്ന കാരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബാക്കി അറ്റോമിക് റിസർച്ച് സെന്റേഴ്സിൽ റേഡിയോളജി റൂംസ് ഒക്കെ എങ്ങനെയാണ്? ഈ ഒരു 9 ഇഞ്ചസും 40 തിക്നെസ് ഉള്ള രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ബാക്കിന്റെയും എക്സ്പാൻഷൻ ഒന്ന് പഠിക്കണം കേട്ടോ. BARC, ഭാരത് ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റേഴ്സ്. ക്ലിയർ ആണോ? യെസ്. ഇനി നെക്സ്റ്റ് വൺ, കീപ് മിനിമം ഫർണിച്ചർ. ഞാൻ ഇതിനകത്ത് കയറിയുള്ള ആൾക്കാരാണെങ്കിൽ അറിയാൻ പറ്റും. നിങ്ങൾ റേഡിയോളജി റൂമിനകത്ത് കയറുമ്പോൾ ഒരുപാട് ഫർണിച്ചർ അതിന്റെ അകത്ത് കണ്ടിട്ടുണ്ടോ? എക്സ്റേ എടുക്കാൻ MRI CT സെൻസിന് ഒരുപാട് ഫർണിച്ചർ അതിനകത്ത് കാണാൻ സാധിക്കുമോ? ഉണ്ടോ? ഇല്ല അല്ലെ. നമ്മൾ മിനിമം ഫർണിച്ചേഴ്സ് മാത്രം അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ അല്ലെ. റേഡിയേഷൻ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്, മിനിമം ഫർണിച്ചേഴ്സ് മാത്രം നമ്മൾ അതിനകത്ത് കീപ്പ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, പ്രൊവൈഡ് വെന്റിലേഷൻ ഫ്യൂം ഹോൾസ്. പ്രൊവൈഡ് വെന്റിലേഷൻ ഫ്യൂം ഹോൾസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ ഇതിനകത്ത് വിൻഡോസ് ഇല്ല, പക്ഷെ എന്നിരുന്നാൽ പോലും എന്താണ്, ഒരു ഫ്യൂം ഹുഡ്സ് ഉണ്ടാവുള്ള സ്ഥലം, അതായത് അപകടകരമായിട്ടുള്ള ഒരു പുക, ചില വാതകങ്ങളൊക്കെ തങ്ങി നിൽക്കുന്നുകൊണ്ടുള്ളൊരു എന്താ പറയാ, ഒരു എയർ തങ്ങി നിൽക്കുന്നത് പുറത്തേക്ക് പോകുന്നെങ്കിൽ നമുക്ക് എന്താണ്, എക്സോ സിസ്റ്റം പോലൊരു സംവിധാനം അതിനകത്ത് വരേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് തയ്യാറാക്കിയിരിക്കുന്നത്? ഫ്യൂം ഹുഡ്സുകൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതായത് അപകടകരമായിട്ടുള്ള പുകകൾ ഉണ്ടാവും. ഈ റേഡിയേഷൻ ചെയ്യുമ്പോഴുള്ള പുക ഉണ്ടാവും. ചെറിയ രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല, പുകയുണ്ടാവും. പിന്നെ എന്താണ്, ചില രീതിയിലെ വാതകങ്ങൾ ഉണ്ടാവാനുണ്ട്, ചില കണികകൾ ഉണ്ടാവാറുണ്ട്. ഇവയൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനുപയോഗിക്കുന്ന വായു സഞ്ചാരമുള്ള ചുറ്റുപാടുകളെയാണ് നമ്മൾ ഫ്യൂം ഹുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിനകത്ത് ആ റേഡിയേഷൻ നടക്കുന്ന സമയത്ത് ചെറിയ രീതിയിൽ കണികകൾ പുറപ്പെടുവിക്കാറുണ്ട്, വാതകങ്ങൾ ഉണ്ടാവാറുണ്ട്. അതേപോലുള്ള പുകകളൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഫ്യൂം ഹുഡ്സുകൾ ഉപയോഗിക്കുന്നത്. വായു സഞ്ചാരമുള്ള ഒരു ചുറ്റുപാടാണ്, ഒരു അന്തരീക്ഷമാണ്. അതിൽ കൂടിയായിരിക്കും എന്ത് പുറത്തേക്ക് തള്ളുന്നത്? ഈ പറഞ്ഞ കണികകളും അല്ല ചെറിയ രീതിയിലുള്ള വാതകങ്ങളും വേറെ പുറത്തേക്ക് പോകുന്നത്. ഓക്കെ, അപ്പൊ ഫ്യൂം ഹുഡ്സുകൾ ആവശ്യത്തിലധികം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പ്രൊവൈഡ് വെന്റിലേഷൻ ഫ്യൂം ഹുഡ്സ്. ഇതിന്റെ അകത്തായിരുന്നു റേഡിയോ ഡയഗ്നോസ്റ്റിക് ഏരിയയുടെ അകത്തായിരിക്കുള്ളൂ വെന്റിലേഷൻ ഫ്യൂം ഹുഡ്സുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. എന്ത് പോകുന്നതിന് വേണ്ടിയിട്ട്? ഇതേ രീതിയിലുള്ള കണികകളോ പുകപടലങ്ങളോ അല്ലെങ്കിൽ വാതകങ്ങളൊക്കെ പുറന്തള്ളുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്യൂം ഹുഡ്സുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? Okay. Then install X-ray machine in the corner so that there is enough moving space. നമ്മൾ എക്സ്റേ എടുക്കാൻ കയറുന്ന മുറിയിൽ എപ്പോഴും നമ്മൾ ഈ ഒരു മെഷീൻ ഒരു കോർണർ സൈഡിലായിരിക്കും കാണുന്നത് അല്ലെ. കണ്ടവർക്ക് അറിയാൻ പറ്റും, കോർണറിലായിരിക്കും അല്ലെ. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കോർണറിലെ നമുക്ക് പെട്ടെന്ന് തന്നെ
മൂവിംഗ് സ്പേസ് അവിടെ കൂടുതൽ ഉണ്ടായിരുന്നു. ഓൾറെഡി ഈ മെഷീൻസ് എല്ലാം തന്നെ നമ്മൾ എവിടെയായിരിക്കും സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്, ഒരു കോർണർ, ആ റൂമിന്റെ ഏറ്റവും കോർണറിലായിട്ടായിരിക്കും ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കി നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ടത് നമ്മുടെ ബാക്കിയുള്ള എല്ലാ സ്പേസസും മൂവിംഗ് സ്പേസസിന് വേണ്ടിയിട്ടാണ് അത്തരം സ്പേസസ് നമ്മൾ അറേഞ്ച് ചെയ്തത്. പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറാൻ വേണ്ടിയിട്ടും അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റു ഫർണിച്ചേഴ്സ് ഒന്നും അവിടെ ഉപയോഗിക്കാറ്. അത്യാവശ്യം ഇപ്പൊ നമ്മളിപ്പോ നിങ്ങൾക്ക് അറിയാം, അതിന്റെ പാനൽ കൺട്രോൾ ചെയ്യുന്ന പാനൽ പോലും വേറൊരു റൂമിലായിരിക്കും ഇരിക്കുന്നത് അല്ലെ. ആ റേഡിയേഷൻ എഫക്റ്റ് കിട്ടാതിരിക്കാൻ വേണ്ടി കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരില്ലേ, ഇപ്പൊ റേഡിയോഗ്രാഫേഴ്സ് ഇരിക്കുന്നത് എവിടെയായിരിക്കും? ഓൾറെഡി ഒരു റൂമിന്റെ കോർണറിലായിട്ട് എക്സ്റേ മെഷീൻ ഉള്ളത്. അതിന് കംപ്ലീറ്റ് ഇങ്ങനെ മാറി കുറച്ച് നീങ്ങിയിട്ട് ഒരു പാനൽ ഉണ്ടാവും. പാനൽ മീൻസ് ഒരു റൂം, ഒരു ഏരിയ ഉണ്ടാവും. അതിനകത്ത് ഇരുന്നിട്ടാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. കണ്ടിട്ടില്ലേ? കണ്ടവർക്ക് അറിയാൻ പറ്റുള്ളൂ, അതിന് പത്ത് കാര്യമില്ല. അപ്പൊ അതൊക്കെ എല്ലാം അങ്ങനെ ചെയ്യുന്നുണ്ട്. റേഡിയേഷൻ എക്സ്പോഷർ അവർക്ക് ഏൽക്കാതിരിക്കാനും ഇതിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കൂടിയാണ് അവർ ആ ഒരു സൈഡിൽ നിന്ന് എത്രയും പെട്ടെന്ന് മാറുന്നതും അവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എക്സ്റേ മെഷീൻസ് എപ്പോഴും എവിടെയായിരിക്കും? ഒരു കോർണറിലായിരിക്കും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള സ്പേസസ് എന്തിനായിരിക്കും? മൂവിംഗ് സ്പേസസ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി the flooring should be able to support a load of heavy machines, particularly if the lab is built on top floors. Flooring should be able to support a load of heavy machines. നമുക്കറിയാവുന്ന MRI, CT അല്ലെങ്കിൽ എക്സ്റേ പോലുള്ള മെഷീൻസ് എന്ന് പറയുന്നത് ഹെവി എക്യുപ്മെന്റ്സിന്റെ കാറ്റഗറീസ് വരുന്നതാണ് അല്ലെ. അപ്പൊ അത് താങ്ങാൻ പറ്റുന്ന രീതിയിലായിരുന്നു ഇതിന്റെ ഫ്ലോർ വരേണ്ടത് അല്ലെ. അത് അത്യാവശ്യം ഇങ്ങനെയുള്ളതായിരിക്കണം. അത്യാവശ്യം ഇത്തരം ലോഡഡ് ആയിട്ടുള്ള മെഷീൻസിന് താങ്ങാൻ പറ്റുന്ന രീതിയിൽ, സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടോപ്പ് ഫ്ലോറുകളായിരിക്കണം നമ്മൾ തയ്യാറാക്കേണ്ടത്. മനസ്സിലായില്ലേ? ഇതിന് നമ്മൾ ഈ ഉപകരണങ്ങൾ വെക്കുന്ന തറ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഫ്ലോർ എങ്ങനെയായിരിക്കണം? സപ്പോർട്ടീവ് ആയിട്ടുള്ള രീതിയിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടായിരുന്നു ഫ്ലോറുകൾ നമ്മൾ തയ്യാറാക്കേണ്ടത്. ഓക്കെ, കാരണം ഹെവി എക്യുപ്മെന്റ്സിന് താങ്ങാനുള്ള കപ്പാസിറ്റി എങ്ങനെ ഉണ്ടായിരിക്കണം? ആ ഒരു ഫ്ലോറിന് ഉണ്ടായിരിക്കണം. ഓക്കെ, യെസ്. ഇതൊക്കെ ഇത്തരം പ്രത്യേകതകളാണ് ഇതിൽ വരുന്നത്. ഡയഗ്നോസ്റ്റിക് ഏരിയയിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന്. ഫസ്റ്റ് വൺ ഒന്നുകൂടി ബ്രീഫ് ചെയ്ത് പറയാം. ഒന്ന് എന്താണ്? റേഡിയോളജി സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ്, കുറഞ്ഞത് 1 മീറ്റർ ദൂരത്തിൽ നിന്നും ആളുകളെ കടത്തിവിടുന്ന രീതിയിലായിരിക്കും അതിന്റെ റൂമുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാം ശ്രദ്ധിക്കുന്നത് എന്താണ്? റേഡിയേഷൻ എക്സ്പോഷർ കുറയ്ക്കാം എന്നുള്ളത് തന്നെയാണ് ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ വിൻഡോസ് അവോയ്ഡ് ചെയ്തിരിക്കും. കാരണം എന്താണ്? റേഡിയേഷൻ അല്ലെങ്കിൽ ഈ വികിരണങ്ങൾ വിൻഡോസിലൂടെ തുളച്ചു കയറാനുള്ള സാധ്യത. അപ്പൊ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് വിൻഡോസ് നമ്മൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഏറ്റവും ഗുഡ് ക്വാളിറ്റീസ് ഉള്ള പെയിന്റ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ഡോറും വാൾസുകളും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ബാക്ക് എന്ന ഒരു റിസർച്ച് സെന്ററിലാണ്. അവിടുത്തെ പ്രത്യേകത എന്താണ്? അവിടുത്തെ റേഡിയോഗ്രാഫിയുടെ റൂംസ് എന്ന് പറയുന്നത് 9 ഇഞ്ച് തിക്കോടെ കോൺക്രീറ്റ് വാളുകളും 40 ഇഞ്ച് തിക്നെസ് ഉള്ള ബിഗ് മാസണറി വാൾസുകളുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. അതെല്ലാം തന്നെ കാരണം എന്താണ്? ഇത്രയും തിക്നെസ് കൊടുക്കാൻ കാരണം എന്താണ്? റേഡിയേഷൻ എക്സ്പോഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിക്നെസ് ഇത്രയും കൊടുക്കുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മൾ ഒരു മിനിമം ഫർണിച്ചേഴ്സ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ വെന്റിലേഷൻ ഫ്യൂം ഹുഡ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് വാതകങ്ങൾ, റേഡിയേഷൻ മൂലം ഉണ്ടാകുന്ന വാതകങ്ങൾ പുറന്തള്ളുന്നതിന് വേണ്ടി നമ്മൾ ഫ്യൂം ഹുഡ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ എക്സ്റേ മെഷീൻസ് എപ്പോഴും ഒരു കോർണർ സൈഡിലായിരിക്കും. ബാക്കിയുള്ള സ്പേസ് നമുക്ക് മൂവിംഗ് സ്പേസസിനായിട്ടാണ് എടുക്കുന്നത്. ഇവിടെ തയ്യാറാക്കുന്ന ഫ്ലോറുകൾ എപ്പോഴും ഇത്തരം ഹെവി മെഷീൻസിനെ താങ്ങാനുള്ള എല്ലാ കപ്പാസിറ്റിയുള്ള ഏറ്റവും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫ്ലോറുകളായിരിക്കണം നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെയായിരിക്കും ഇതിനകത്ത് ഡയഗ്നോസ്റ്റിക് ഏരിയ വരേണ്ടത്. ക്ലിയർ ആണോ? പിള്ളേരെ ക്ലിയർ ആണോ? നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല. ഞാൻ അടുത്ത ക്ലാസ്സിൽ ഇങ്ങനെ പിള്ളേരെന്ന് പറയാറില്ലേ? അതിനെപ്പറ്റി എന്തെങ്കിലും ഞാൻ പറഞ്ഞോ നിങ്ങളോട്? ഇല്ല, പറഞ്ഞിരുന്നോ? ഇല്ലെന്നാണോ കമ്പിടുന്നത്? ഇല്ലെന്നാണ് ഇങ്ങനെ കമ്പിടുന്നത്. യെസ്, അതെ. ടീച്ചർ ഒരു 4 വർഷത്തോളം ഞാൻ ഹൈസ്കൂളിൽ പഠിപ്പിച്ചിരുന്നത്. ഹൈസ്കൂളിൽ 10th പഠിപ്പിച്ചിരുന്നതാണ് ഒരു 4 വർഷത്തോളം. അപ്പോ അവിടെയുള്ള കുട്ടികളെ അങ്ങനെ വിളിച്ച് എനിക്കതങ്ങ് പോകുന്നില്ല. അപ്പൊ നിങ്ങൾ അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ളവരുണ്ടാവും, ഏജ് കുറഞ്ഞവരുണ്ടാവും. എന്നിരുന്നാൽ പോലും നമ്മളുടെ അങ്ങനെ വിളിച്ച് ശീലിച്ചുകൊണ്ട് എനിക്കത് പോകുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ക്ലാസ് തുടങ്ങിയപ്പോൾ പറയണമെന്ന് വിചാരിച്ചതാണ്. എല്ലാ ക്ലാസ്സിലും ഞാൻ പറയാറുണ്ട്, അതുകൊണ്ട് വിളിച്ചു പോകുന്നതാണ് കേട്ടോ. അങ്ങനെ നോർമലി വരുന്നതാണ്. ആ കുട്ടികളെ ഞാൻ അങ്ങനെ വിളിച്ചുകൊണ്ട് പിള്ളേരിൽ നിന്ന് വരുന്നതാണ്. ഓക്കെ,
ഞാൻ പഠിച്ച സ്കൂളിലാണ് ഞാൻ ഒരു 4 വർഷം വർക്ക് ചെയ്തിരുന്നത്. ഞാൻ 10th വരെ പഠിച്ച സ്കൂളിലാണ്. 4 വർഷം എനിക്ക് ആ സ്കൂളിൽ തന്നെയാണ് പോസ്റ്റിംഗ് കിട്ടിയത്. 4 വർഷത്തോളം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇങ്ങോട്ട് വരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അല്ലാണ്ട് നിങ്ങൾക്ക് പിള്ളേരിന്റെ ഒക്കെ പോകുന്നു വിചാരിക്കരുത്. ചിലവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ലേ. ഇത് കുട്ടികളെ പോലെ ആവുമല്ലോ കുറച്ചാളെങ്കിൽ, അല്ലെ? 6 മാസം കുട്ടികളെ പോലെ ഇരിക്കാലോ. യെസ്. എനിക്ക് സന്തോഷമുള്ള നല്ല കാര്യമാണ്. പക്ഷെ എന്റെ പിള്ളേരെ എന്റെ ടോപ്പിക്സ് ഇതൊന്നുമല്ല. ഞാൻ ഇതിലൊന്നല്ല ക്വാളിഫൈഡ് ആയിരിക്കുന്നത്. ക്വാളിഫൈഡ് ആണ്, ഫസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ PG ഡിപ്ലോമ ഒക്കെ കഴിഞ്ഞതാണ്. പക്ഷെ എന്റെ സബ്ജക്ട് സൈക്കോളജി ആണ്. എടുക്കുന്നത് സൈക്കോളജി ആണ് മെയിൻ സബ്ജക്ട്. ഇവിടെ മോണ്ടിസോറി ടീച്ചിങ് കോഴ്സ് ഉണ്ട്. ഇവിടെ അവിടെ അതിൽ പഠിപ്പിക്കുന്ന മോണ്ടിസോറി ആണ്. എന്റെ മെയിൻ സബ്ജക്ട് സൈക്കോളജി ആയിട്ടാണ്. സൈക്കോളജിസ്റ്റ് ആണ്, സൈക്കോളജി ആണ് എന്റെ ടോപ്പ് വിഷയം. എല്ലാത്തിലും പഠിച്ചിട്ടുണ്ടോ? എല്ലാ ടോപ്പിക്സും എല്ലാ സബ്ജക്ട്സും അത്യാവശ്യം പഠിക്കാൻ പറ്റുന്നിടത്തോളം പഠിച്ചിട്ടുണ്ട്. പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചിട്ടുണ്ട്, സോഷ്യോളജി പഠിച്ചിട്ടുണ്ട്, സൈക്കോളജി പഠിച്ചിട്ടുണ്ട്, സുവോളജി, ബോട്ടണി ഒക്കെ പഠിച്ചിട്ടുണ്ട്. എല്ലാം പഠിച്ചിട്ടുണ്ട്. നമുക്ക് പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, അങ്ങനെ പഠിച്ചു. നമുക്ക് ആകെ ഒരു ജീവിതമല്ല, അറിയാവുന്ന കാര്യങ്ങളൊക്കെ അത്യാവശ്യം പഠിക്കണ്ടേ, അങ്ങനെ പഠിച്ചത്. പക്ഷെ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ് സൈക്കോളജി കേട്ടോ. നമ്മളെല്ലാവർക്കും വേണ്ടതാണ് സൈക്കോളജി, അല്ലെ? ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ചിട്ടുള്ള പഠനമാണ്. അപ്പോൾ എല്ലാവരും ശരിക്കും നമ്മുടെ പാഠഭാഗങ്ങളിലേക്ക് ഉൾപ്പെടുത്തേണ്ട ഒരു മെയിൻ ടോപ്പിക് അതാണ്. നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അഡ്മിനിസ്ട്രേഷനിൽ, പക്ഷെ ഇവിടെ മോണ്ടിസോറിയിലുണ്ട്. നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കണ്ടേ? നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കിയിട്ട് നല്ല ലൈഫ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ നമ്മളെ തന്നെ അനലൈസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ റിയൽ ലൈഫിനെ കുറിച്ചുള്ള പഠനമാണത് ശരിക്കും കേട്ടോ. ഓക്കെ, ഡയഗ്നോസ്റ്റിക് ഏരിയ കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്നത് റേഡിയേഷൻ പ്രൊട്ടക്ഷനെ കുറിച്ചിട്ടാണ്. ഷെഡിൻസ് കുറച്ച് ദിവസം ലീവ് ആയിരിക്കും കേട്ടോ. ടീച്ചറിന് വയ്യാതിരിക്കുകയാണ്, പനിയാണ്. അപ്പോൾ അടുത്ത മണ്ടൊക്കെ തുടങ്ങി ഉണ്ടാവുള്ളൂ. എവിടെ വരെ എത്തി? നമ്മുടെ ടെർമിനോളജി എവിടെ വരെ എത്തി? പ്രിഫിക്സും സഫിക്സും കംപ്ലീറ്റഡ് ആണോ? പ്രിഫിക്സും സഫിക്സും കഴിഞ്ഞോ? ടെർമിനോളജി പ്രിഫിക്സ് വരെ എത്തിയിട്ടുണ്ടാവുള്ളൂ. നമുക്കറിയാം. ഓക്കെ, ഓക്കെ. Radiation protection, also known as radiological protection, is defined by the International Atomic Energy Agency as a protection of people from injuries, effect of exposure to ionizing radiation and the means for attaching this. എന്താണ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്? ഇവിടെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഒരു ഡെഫിനേഷൻ പോലെ പറയുന്നുണ്ട്. ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി, അതും അണ്ടർലൈൻ ചെയ്യും. ഓൾറെഡി അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എന്തായിരിക്കും റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്? ഈ ഒരു ഏജൻസി ഇതിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? The protection of people from injuries of effects of exposure to ionizing radiation and ionizing radiation. അവിടെ വരെ അവിടെ എത്തിട്ട് കേട്ടോ. അതിന് താഴെയുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വരെ നോക്കി. The protection of people from injuries, effect of exposure to ionizing radiation. എന്താണ്? എന്തായിരിക്കും റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്? ഒന്ന് വായിച്ചോക്കിട്ടൊന്ന് പറഞ്ഞേ. അതായത് അയണൈസിങ് റേഡിയേഷൻ നടത്തുന്ന ആളുകൾ, അല്ലെ? അതായത് അവർക്ക് ഇഞ്ചുറീസ്, എഫക്റ്റുകൾ ഉണ്ടാവുമ്പോൾ അതിൽ നിന്നും അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനുള്ളതാണ് എന്ത്? റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന, പ്രത്യേകിച്ച് റേഡിയോളജി വർക്ക്സുകൾ കണ്ടക്ട് ചെയ്യുന്ന വ്യക്തികൾക്ക് റേഡിയേഷൻ മൂലം ഉണ്ടാകുന്ന ഇഞ്ചുറീസോ എഫക്റ്റുകൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നും അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻ ആണ് എന്ത്? റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ഈ റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ നമ്മൾ 3 രീതിയിലാണ് പറയുന്നത് കേട്ടോ. 3 രീതിയിലാണ് പ്രൊട്ടക്ഷൻസ് വരുന്നത്. ഏതൊക്കെയാണ്? ഒക്യുപേഷൻ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. ഓക്കെ, അങ്ങനെ തന്നെയല്ലേ നിങ്ങളുടെ ടെക്സ്റ്റിൽ നിന്ന് നോക്കിയേ?
മൂന്ന് പ്രൊട്ടക്ഷന്റെ പേരുകൾ കറക്റ്റ് അല്ലേ? ഓക്കെ. റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ എന്താണെന്ന് മനസ്സിലായോ? ഇതുമായി ബന്ധപ്പെട്ട അയറൻസും റേഡിയേഷനുമായി ബന്ധപ്പെട്ടുള്ള എഫക്ട് സംഭവിക്കുമ്പോൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. അതിന് നമ്മൾ ആദ്യത്തേത് പറയുന്നത് ഒക്യുപ്പേഷൻ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്താണെന്ന് നോക്കാം. അത് പറഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. Which is the protection of workers in circumstance where their exposure is directly connected with their work. Occupation radiation ആരുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷയാണ്? വർക്കേഴ്സുമായി ബന്ധപ്പെട്ടുള്ള റേഡിയോളജി വർക്കേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്ത് വരുന്നത്? ഒക്യുപ്പേഷൻ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. അതങ്ങനെ നോട്ട് ചെയ്ത് കൊണ്ടോട്ടെ. അപ്പൊ 3 types ഓഫ് പ്രൊട്ടക്ഷന്റെ ആദ്യത്തെ പ്രൊട്ടക്ഷൻ എന്താണ്? ഒക്യുപ്പേഷൻ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. ഇത് ആദ്യമായി റിലേറ്റ് ചെയ്ത് വരുന്നതാണ് അതിനകത്ത് വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് അല്ലെ? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന്റെ പ്രൊട്ടക്ഷൻ ആണ്. അവര് നേരിടുന്ന എക്സ്പോഷറിൽ നിന്നുള്ള അവരുടെ വർക്കുമായി ബന്ധപ്പെട്ട് അവർ നേരിടുന്നതുമായിട്ടുള്ള എക്സ്പോഷറിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ ആണ് എന്ത്? ഒക്യുപ്പേഷൻ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് അവരാണ് ആ ഡിപ്പാർട്ട്മെന്റുമായിട്ട് നേരിട്ട് സമ്പർക്കം പുലർത്തുന്നത്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻ ആണ് ഏത് കാറ്റഗറിയിൽ വരുന്നത്? ഒക്യുപ്പേഷൻ റേഡിയേഷൻ പ്രൊട്ടക്ഷനിൽ വരുന്നത്. നെക്സ്റ്റ് നോക്കൂ, medical radiation protection, which is the protection of patients exposed to radiation as part of their diagnosis or treatment. Medical radiation protection ആരുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോ പേഷ്യന്റുമായി റിലേറ്റ് ചെയ്താണ് കേട്ടോ. അങ്ങനെ പഠിക്കണേ. മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ റിലേറ്റഡ് ടു പേഷ്യൻസ് ആണ് കേട്ടോ. Which is the protection of patients exposed to radiation as a part of their diagnosis or treatment. ഇതാണ് മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പേഷ്യൻസിനെ ഡയഗ്നോസിസ് ചെയ്യുന്ന സമയത്ത്, അതായത് ഇപ്പൊ എക്സ്റേ MRI ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്താണ് അവർക്ക് റേഡിയേഷൻ ഏൽക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ പേഴ്സണൽ പാർട്സുകൾ നമ്മൾ റേഡിയേഷൻ എക്സ്റേ എടുക്കുന്ന സമയത്ത് ഫുൾ ബോഡി പാർട്സ് കവർ ചെയ്യാറില്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? എവിടെയാണോ എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു ഗൗൺസ് ഉണ്ടായിരിക്കും. അത് ഉപയോഗിക്കുക. അത് എന്താ പറയാ, എക്സ്റേ എടുക്കുന്നതിന് വേണ്ടി എക്സ്റേ എടുക്കാൻ കയറുന്ന സമയത്ത് നീല ഗൗൺസ് ഇടും നമ്മള്. ഓക്കെ, അത് ഫുള്ള് കവർ ചെയ്തിട്ടാണ് അതിന് നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, പേഷ്യന്റിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത് ട്രീറ്റ്മെന്റ് ചെയ്യുകയോ ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പൊ അത് ആരുമായി റിലേറ്റ് ചെയ്ത് വരുന്ന പ്രൊട്ടക്ഷൻ ആണ്? പേഷ്യന്റ് റിലേറ്റഡ് ആയിട്ട് വരുന്ന പ്രൊട്ടക്ഷൻ ആണ് മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. റിലേറ്റഡ് ടു പേഷ്യന്റ് ആണ് കേട്ടോ. ഇനി പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ട് ആരുമായിട്ട് വരുന്നു? പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ആരുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? റിലേറ്റഡ് ടു പബ്ലിക് അല്ലെ, പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ടത്. വിച്ച് ഈസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ഓഫ് ദ പബ്ലിക് ആൻഡ് ഓഫ് ദ പോപ്പുലേഷൻ ഇൻ ജനറൽ. അതായത് നമ്മൾ ചികിത്സിക്കുകയും അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ മാത്രമല്ല ഹോസ്പിറ്റലിൽ മറ്റാൾക്കാർ കൂടി എത്തുന്നുണ്ട്, പൊതുജനങ്ങൾ പബ്ലിക് കൂടി എത്തിച്ചേരുന്നുണ്ട് അല്ലെ. അപ്പൊ അവരുടെ പ്രൊട്ടക്ഷൻ കൂടി നമുക്ക് ആവശ്യമാണ് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻസ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ 3 രീതിയിലാണ് ഈ ഒരു റേഡിയേഷൻ പ്രൊട്ടക്ഷൻ നമുക്ക് തരുന്നത്. ഇത് ആരാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസീസ് ആണ്. അതായത് അയണൈസിംഗ് റേഡിയേഷൻ എക്സ്പോഷർ മൂലം അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ അതിനകത്ത് വർക്ക് ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ഇഞ്ചുറീസ് എഫക്റ്റോ സംഭവിക്കുമ്പോഴുള്ള ഈ ഒരു 3 രീതിയിലാണ് നമുക്ക് പ്രൊട്ടക്ഷൻസ് കൊടുക്കുന്നത്. ഒന്ന് റേഡിയേഷൻ വർക്കേഴ്സിന് മാത്രമായിട്ടുള്ള ഒക്യുപ്പേഷൻ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ഉണ്ട്. മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ പേഷ്യൻസ് റിലേറ്റ് ചെയ്ത് വരുന്നു. പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്താണ്? പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് കേട്ടോ. അപ്പൊ അതായത് ഓരോ ഇൻഡിവിജ്വൽസിന്റെയും പ്രൊട്ടക്ഷനും എന്തിൽ ഉൾപ്പെടുന്നുണ്ട്? പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻസിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ ഈ 3 പേരുകളൊന്നും ഓർത്ത് വെക്കണേ. ഡെഫിനേഷനും പഠിക്കണം. ആരാണോ ഡെഫിനേഷൻ പറഞ്ഞതെന്ന് പഠിക്കണം. IAEയുടെ എക്സ്പാൻഷൻ പഠിക്കാനുണ്ട്. 3 റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ഏതൊക്കെയാണെന്ന് പഠിക്കണം കേട്ടോ. ഇനി ഇത് കഴിഞ്ഞില്ല, ഇതിന്റെ പേര് മാത്രം നിങ്ങൾ പഠിച്ചിട്ടുള്ളൂ. ഇത് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട് നമുക്ക് കേട്ടോ. ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാനുണ്ട്. പേഷ്യന്റിന്റെ എങ്ങനെയാണ്, സ്റ്റാഫിന്റെ എങ്ങനെയാണ്, പബ്ലിക്കിന്റെ എങ്ങനെയാണ്, നമ്മൾ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിലാണ് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ 3 പ്രൊട്ടക്ഷനും ക്ലിയർ ആണോ? യെസ്. നമുക്ക് ആദ്യം ഒന്ന് പേഷ്യന്റിന്റെ മാത്രം നോക്കാം. പേഷ്യന്റ് പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ മെഷേഴ്സ് ആണ് ഈ പ്രൊട്ടക്ഷന്റെ ഭാഗമായിട്ട് നമ്മൾ സ്വീകരിക്കാൻ നോക്കാം. ഒന്ന് ഫോർ പേഷ്യന്റിൽ വരുന്നത് ഒപ്റ്റിമൈസേഷൻ ഓഫ് എക്സ്റേ ഓർ CT ഡോസ്, ഷീൽഡിംഗ് ഓഫ് പേഷ്യന്റ് പാർട്സ്, പീരീഡ് ഓഫ് കാലിബ്രേഷൻ ഓഫ് മെഷീൻസ്, പീരിയോഡിക് കാലിബ്രേഷൻ ഓഫ് മെഷീൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ, റെഡ്യൂസ് ദ ടൈം സ്പെൻഡ് നിയർ ദ എക്സ്റേ സോഴ്സ്. ഫസ്റ്റ് എന്താണ്? ഒപ്റ്റിമൈസേഷൻ ഓഫ് എക്സ്റേ ഓർ CT ഡോസ്.
എക്സ്റേ എടുക്കുമ്പോഴും നമ്മൾ സി ടി ഒക്കെ എടുക്കുന്ന സമയത്ത് അതിന്റെ ഡോസേജസ് അല്ലെ, ഡോസേജ് കുറയ്ക്കുകയാണെങ്കിൽ എന്താണ് പേഷ്യൻസിന് അത്രത്തോളം അത് എഫക്ട് ചെയ്യില്ല അല്ലെ. ഇതിനൊക്കെ പ്രത്യേകമായ ഒരു അളവിൽ ഡോസസുകൾ ഉണ്ട്. സി ടി എടുക്കുന്നതിനും അല്ലെങ്കിൽ എക്സ്റേ എടുക്കുന്നതിനും പ്രത്യേകമായ ഡോസ് അതൊന്ന് ഒപ്റ്റിമൈസ് ചെയ്യാം. അതൊന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഉത്തമമായ കറക്റ്റ് അളവിലേക്കുള്ള ഡോസേജ് കൊടുക്കുകയാണെങ്കിൽ പേഷ്യൻസിന് അത്രത്തോളം റേഡിയേഷൻ ഏൽക്കേണ്ടി വരില്ല. ഓക്കെ, അപ്പൊ അതൊക്കെ കുറയ്ക്കുകയാണെങ്കിൽ എന്താണ് പേഷ്യൻസിന് അതൊരു പ്രൊട്ടക്ഷൻ ആണ്. ഡോസേജസ് കുറച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഡയഗ്നോസിസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അതിൽ നിന്ന് അവർക്ക് ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കുന്നു. ഓക്കെ, അപ്പൊ അതിനെ എന്ത് ചെയ്യണം, സി ടിയുടെയും എക്സ്റേയുടെ ഒക്കെ ഡോസസുകൾ ഒപ്റ്റിമൈസ് ചെയ്തിട്ട് കൊടുക്കും. ഉത്തമമായ അളവിൽ കറക്റ്റ് അളവിലായിരിക്കണം ഡോസേജസ് കൊടുക്കേണ്ടത്. ഓക്കെ, റേഡിയേഷന്റെ ഡോസേജസ് ആണ്. പിന്നെ നമുക്കറിയാം പേഷ്യന്റിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്, അവരുടെ ബോഡി പാർട്സ് നമ്മൾ മറയ്ക്കാറില്ലേ, ഷീൽഡ് ചെയ്യാറില്ലേ എക്സ്റേ എടുക്കുന്ന സമയത്തൊക്കെ, ഷീൽഡിങ് ഓഫ് പേഷ്യന്റ് പാർട്സ്. അതെന്തിനു വേണ്ടിയിട്ടാണ്, റേഡിയേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് അവരുടെ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ എന്താണ്, പീരിയോഡിക് കാലിബ്രേഷൻ ഓഫ് മെഷീൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന എല്ലാ മെഷീൻസും എക്സ്റേ, സി ടി, എം ആർ ഐ ഒക്കെ എന്താണ്, ഇവിടെ പീരിയോഡിക് ആയിട്ട് അതിന്റെ മെയിന്റനൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലെ. ഇതിനു വേണ്ടിയിട്ടാണത്, മെഷീൻസിന് എന്തെങ്കിലും തകരാറുകൾ ഒന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പേഷ്യന്റിനെ ആയിരിക്കും ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് പീരിയോഡിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മെഷീൻസിന്റെ ക്വാളിറ്റി നിയന്ത്രിച്ചിരിക്കണം. ഓക്കെ, അതായത് എന്തെങ്കിലും ഡാമേജസ് ഉണ്ടോ, റിപ്പയറിംഗ് ഉണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ദെൻ റെഡ്യൂസ് ദ ടൈം സ്പെൻഡ് നിയർ ദ എക്സ്റേ സോഴ്സസ്. നമ്മളോട് ഇപ്പൊ എക്സ്റേ എടുക്കാൻ കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ റേഡിയോഗ്രാഫേഴ്സ് പറയാറുണ്ട് അല്ലെ, പുറത്തേക്ക് പോയിക്കോളാൻ പറയാം അല്ലെ, അത് മാറിട്ടപ്പോ തന്നെ പുറത്തേക്ക് ഇറങ്ങിക്കോളാൻ പറയാറുണ്ട് നമ്മളോട്. എന്തുകൊണ്ടാണ്, നമ്മൾ എക്സ്റേ സോഴ്സിന്റെ അടുത്ത് അത്ര സമയം സ്പെൻഡ് ചെയ്യുന്നത് റേഡിയേഷൻ ഏറ്റവും കൂടുതൽ ഏൽക്കാനുള്ള ഒരു സാധ്യതയാണ്. അപ്പൊ അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്റേ സോഴ്സിന്റെ അടുത്ത് നിന്ന് കുറച്ച് സമയം മാത്രം നമ്മൾ, അതായത് ആ എടുക്കുന്ന സമയം, അത് നമ്മുടെ പിക്ചർ കറക്റ്റ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മളോട് പുറത്തേക്ക് ഇറങ്ങാൻ പറയും അല്ലെ. അങ്ങനെ കണ്ടവരും കേട്ടവർക്ക് അറിയാൻ പറ്റും പോയവർക്കൊക്കെ എക്സ്റേ ഒക്കെ എടുത്തിട്ടുള്ളവർക്ക്. അപ്പൊ ഇതൊക്കെ എല്ലാം ഈ പ്രൊട്ടക്ഷൻ, ഈ രീതികൾ എന്തിനു വേണ്ടിയിട്ടാണ്, ഈ മെഷേഴ്സ് പേഷ്യന്റിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് അല്ലെ. ഒന്ന് നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്, ഈ സി ടിയുടെ എക്സ്റേയുടെ ഡോസസുകൾ ഒപ്റ്റിമൈസ് ചെയ്ത് കറക്റ്റ് അളവിൽ കൊടുക്കാൻ നോക്കാം. പേഷ്യന്റിന്റെ ബോഡി പാർട്സുകൾ കൃത്യമായിട്ട് ഷീൽഡ് ചെയ്യണം. മെഷീൻസിന്റെ ക്വാളിറ്റി കൺട്രോൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്തിരിക്കണം. എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആ ഒരു സ്പേസിൽ നിന്ന് നമ്മള് വേറെ സോഴ്സിൽ നിന്ന് എത്രയും പെട്ടെന്ന് എന്താണ് അധികം സമയം അവിടെ സ്പെൻഡ് ചെയ്യാതെ പുറത്തേക്ക് ഇറങ്ങും. ഓക്കെ, ഇതെല്ലാം പേഷ്യന്റിന്റെ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന മെഷേഴ്സുകളാണെന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? യെസ്, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. പിന്നെ സ്റ്റാഫിന്റെയും പബ്ലിക്കിന്റെയും പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടതാണ്. അത് കഴിഞ്ഞാലേ ഇത് ഇനി ഇച്ചിരി കൂടെ ഉള്ളൂ, 2 പേജായിട്ടേ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ മെഡിക്കൽ ടെർമിനോളജി കണ്ടിന്യൂ ചെയ്യും കേട്ടോ. ക്വസ്റ്റ്യൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. എവിടെയാണ് നിർത്തിയിരിക്കുന്നത് കറക്റ്റ് ആയിട്ട് പറയണമെന്ന് പറഞ്ഞാൽ പറയാം. 6 വരെ എടുത്തിട്ടുള്ളൂ എന്ന് തോന്നുന്നു അല്ലേ. റൂട്ട് വൈഡ് പബ്ലിക്കേഷൻസ് ഒന്നും തുടങ്ങിയിട്ടില്ലല്ലോ ടീച്ചർ. ലിസറ്റ് ഗാലറി, എടോ തന്നെ നല്ല പേരുണ്ടല്ലോ, തനിക്ക് ആ പേരിട്ടാ പോരെ. ലിസറ്റ് ഗാലറിയുടെ പ്രത്യേകത എന്താണോ, ലിസറ്റ് ഗാലറി എന്താണ് നജുവ മാറ്റാത്തെ? എന്തെങ്കിലും അതെന്തെങ്കിലും ചാനലാണോ, അങ്ങനെ എന്തെങ്കിലും ആണോ, യൂട്യൂബ് ചാനലുണ്ടോ? പറഞ്ഞോടോ, മൈക്കോണാണ്. യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു മോൾക്ക്. മോളുടെ ആണ് അല്ലെ? ചെറിയ മോളുടെ. ഇപ്പൊ ഇല്ല, അത് വർഷങ്ങൾക്ക് കൊറോണ ടൈമിൽ വെറുതെ കുട്ടിച്ചൊക്കെ കാട്ടിയതാ. അപ്പൊ അവളുടെ പേരാണ് ഇസഡ് ഗാലറി. 65 വരെ ടെർമിനോളജി അല്ലേ, പ്രിഫിക്സ് വരെ എടുത്തല്ലേ? അതെ അതെ. ഇന്ന് സീജ കയറിയിട്ടില്ല, ചിലപ്പോ കയറാൻ പറ്റാന്നിട്ടാണോ ഇത് ചോദിച്ചേക്കണേ എങ്ങനെയുണ്ടെന്ന്. നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ പറ്റില്ലേ സീജക്ക്? നജുവ കോണ്ടാക്ട് ഉള്ളതാണോ സീജയായിട്ട്? ഇല്ല, സീജ മെസ്സേജ് ആയിട്ടില്ല. അല്ലെങ്കിൽ ഞാന് ആള് വരുന്നില്ലെങ്കിൽ എന്തായാലും എന്നോട് പറയലുണ്ട്, ഞാനിന്ന് ജോയിൻ ചെയ്യലോട്ടാണ് പറയലുണ്ടായിരുന്നു. അന്ന് ജോയിൻ ചെയ്തില്ല കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇന്നലെ ആള് പറഞ്ഞൊക്കെ കേട്ടപ്പോ ഭയങ്കര ഇന്നലെ ഇന്നത്തെ സിറ്റുവേഷൻ ഒക്കെ ഭയങ്കര മോശമായിരുന്നു. ഇന്ന് പക്ഷെ ഇന്ന് കുറെ പേര് ഇപ്പൊ എയർ സർവീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറെ പേര് നാട്ടിലേക്ക് വരാൻ പറ്റിയിട്ടുണ്ട്.
അത് അറിയാൻ വേണ്ടി എമർജൻസി ആയിട്ടുള്ളവരാണ്. ട്രാൻസിറ്റ് പാസഞ്ചേഴ്സ് കിടപ്പുണ്ട് എയർപോർട്ടില്. അവരെയാണ് ഇപ്പൊ കൂടുതലായിട്ട് എത്തിക്കണത്. പിന്നെ എമർജൻസി ആയിട്ട് പോകേണ്ടവരൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ. Okay, thank you. Have a nice day. Thank you.